ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ 6:30 മണിക്കാണ് ഞാൻ കിച്ചണിലെത്തിയത്. ഒരു കപ്പ് ഗ്രീൻ ടീ കുടിച്ചു. തലേന്ന് ദോശയ്ക്ക് വേണ്ടിയിട്ട് ഉഴുന്നും പച്ചരിയും അരച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട്, നല്ലൊരു ഫ്രഷ് എയറും സൺലൈറ്റൊക്കെ കിട്ടട്ടെ. മസാല ദോശ ആക്കാന്ന് കരുതി അതിനായിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെക്കട്ടെ. ഉരുളക്കിഴങ്ങ് കഴുകി ഉപ്പിട്ടൊന്ന് വേവിക്കണം. ദോശ ഒന്ന് ചുട്ടെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിൽ സോഡാപ്പൊടിയോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്. ഒന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്നുകൂടെ ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആവണം. ഇതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് ചേർത്തു. ഒരു വലിയ സവാളയും കൂടെ ചേർത്തു. നന്നായി വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പില ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഈ വേവിച്ച ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനിയില്ലേ കൗണ്ടർ ടോപ്പിലും പിന്നെ സ്റ്റൗവിലൊക്കെ ആയത് അപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്താൽ നമുക്കൊരു ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. നല്ല വൃത്തിയായിട്ട് നമുക്ക് നല്ല പോസിറ്റീവ് എനർജിയോട് കൂടി ജോലി എടുക്കാനും കഴിയും. അല്ലെങ്കിൽ ആകെ വൃത്തിയേടായി നമുക്ക് പിന്നെ ഒരു ജോലി ചെയ്യുമ്പോഴൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അപ്പം തന്നെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ അടിപൊളിയായിരിക്കും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റി ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു. ഒന്ന് തിളച്ച് വരണം. ഇനി ഉരുളക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്.
മക്കൾക്കുള്ള ടിഫിനൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. ഇന്ന് സ്നാക്കായിട്ട് ചിപ്സ് വെച്ചു. കുട്ടികളെ ഇഷ്ടപ്രകാരം ലഞ്ചിനായിട്ട് മസാല ദോശ തന്നെയാണ് ആക്കിയത്. അങ്ങനെ ഇത് ചോറിനുള്ള വെള്ളം വെക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുത്തു. ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഇനി ഉച്ചക്ക് വെണ്ടക്ക ഫ്രൈ ചെയ്യാമെന്ന് കരുതി അതിന് വേണ്ടിയിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. വെണ്ടക്ക കുറച്ച് ഉപ്പും മഞ്ഞളും വെള്ളവും ചേർത്ത് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിലെ വിഷാംശങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ. ചോറ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ റൈസ് കുക്കറിലോട്ട് അങ്ങ് ഇറക്കി വെക്കുകയാണ്. അങ്ങനെ ഞാൻ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി ഫ്ലോറൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. അലക്കാനുള്ളതും കാര്യങ്ങളൊക്കെ ലോണ്ടറി ബാസ്ക്കറ്റിൽ കൊടുന്നിട്ടു. ടൈം ഉണ്ടെങ്കിൽ ഇതൊക്കെ മക്കളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാറുണ്ട്. ഇനി ഞാൻ വീണ്ടും കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫിഷെല്ലാം മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വെണ്ടക്കയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫ്ലോറും കൂടെ ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്